റാഫി കരീം ഇപ്പോൾ കൊച്ചിയിൽ ചേരുന്നുണ്ട്. റാഫി, കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമാണ് കൊച്ചി. എങ്ങനെ ബാധിച്ചു പണിമുടക്ക് റാഫി? ഉന്മേഷ്, ഹർത്താലിന് സമാനമായിരുന്നു കൊച്ചിയിലെ പണിമുടക്ക് ഉണ്ടായത്. കൊച്ചിയിൽ വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചൊരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പൊതുഗതാഗത മേഖലയിൽ കൊച്ചിയിൽ മെട്രോ റെയിൽ മാത്രമാണ് സർവീസ് നടത്തിയത്. KSRTC ബസ്സുകളുടെ സർവീസുകൾ പല സ്ഥലത്തും സമരാനുകൂലികൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം തന്നെ ഊബർ അടക്കമുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഒപ്പം തന്നെ കാർ ടാക്സി ഡ്രൈവർമാരെയും പല സ്ഥലത്തും ഈ സമരാനുകൂലികൾ തടഞ്ഞു. ഒപ്പം തന്നെ കൊച്ചിയിലെ വിവിധ മാളുകളും ഒപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം തന്നെ അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. സർക്കാർ ഓഫീസുകളിലും അറ്റൻഡൻസ് വളരെ കുറവായിരുന്നു കൊച്ചിയിലുണ്ടായിരുന്നത്. ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും സമരാനുകൂലികളും ഈ സ്ഥാപനങ്ങൾ തുറക്കാനെത്തിയ ആളുകളും തമ്മിൽ സംഘർഷങ്ങളും ചെറിയ ഉന്തും തള്ളുകളും എല്ലാം ഉണ്ടായിരുന്നു. കൊച്ചിയിലെ പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം തന്നെ രാവിലെ സമരാനുകൂലികൾ അടപ്പിച്ചിരുന്നു. രാവിലെ 10 മണിക്ക് അങ്കമാലിയിലെ എല്ലാ ബാങ്കുകളും സമരാനുകൂലികൾ അടപ്പിച്ചു. ഇത് ബാങ്ക് ജീവനക്കാരും സമരാനുകൂലികളും തമ്മിലുള്ള ചെറിയ തർക്കങ്ങളിലേക്ക് വഴിവെച്ചു. ഒപ്പം തന്നെ പെരുമ്പാവൂരിൽ റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു മാൾ സമരാനുകൂലികൾ അടപ്പിച്ചു. പിന്നീട് പോലീസ് എത്തിയാണ് ഈ സമരാനുകൂലികളെ ഇവിടെ നിന്ന് മാറ്റിയത്. ഒപ്പം തന്നെ തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ച തൃശ്ശൂർ മേയറുടെ വാഹനം അങ്കമാലിയിൽ സമരാനുകൂലികൾ തടഞ്ഞു. പിന്നീട് പോലീസ് എത്തിയാണ് ഈ വാഹനവും മേയറെയും അവിടെ നിന്ന് കടത്തിവിട്ടത്. ഒപ്പം തന്നെ KSRTC ബസ്സും എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും സമരാനുകൂലികൾ തടഞ്ഞു. മൂകാംബികയിൽ നിന്ന് പുറപ്പെട്ട KSRTC ബസ് 1 മണിക്കൂറോളം സമയം എറണാകുളം കാലടിയിൽ സമരാനുകൂലികൾ തടഞ്ഞിട്ടു. പിന്നീട് പോലീസ് എത്തിയാണ് ഈ ബസ്സും വിട്ടു നൽകിയത്. ഒപ്പം പല തലത്തിൽ ഇത്തരത്തിലുള്ള ദേശീയ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എറണാകുളം നഗരത്തിൽ ചിലയിടങ്ങളിൽ ബാങ്കുകൾ പ്രവർത്തിച്ചു. എന്നാൽ പകുതി ഷട്ടർ താഴ്ത്തിയായിരുന്നു ബാങ്കുകൾ പ്രവർത്തിച്ചത്. പൂർണ്ണ തോതിലുള്ള പ്രവർത്തനങ്ങൾക്ക് ബാങ്കുകൾക്കും നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശരി, മധ്യ കേരളത്തിലെ വിവരങ്ങൾ നൽകുകയായിരുന്നു റാഫി കരീം.